നമസ്കാരം, സ്പന്ദനത്തിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ റേക്കിയിലൂടെ പറയുന്നത് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന സബ്ജക്റ്റാണ്. തീർച്ചയായും ലോകമെമ്പാടും ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി വളരെ പ്രയോജനകരമായി ചികിത്സാ രംഗത്തെത്തിയിട്ടുണ്ട്. തീർച്ചയായും ഇത് അനിവാര്യമായ ഒരു ഘടകം തന്നെയാണ്. എന്നാൽ റേക്കിയിലൂടെ ഈ പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലേക്ക് കടക്കാൻ വളരെ എളുപ്പമാണെന്ന കാര്യം വെളിച്ചത്ത് കൊണ്ടുവരാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. തീർച്ചയായും ഒരു മനസ്സിൽ പതിഞ്ഞിരിക്കുന്ന, കാലങ്ങളായി പതിഞ്ഞിരിക്കുന്ന, അത് നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്ന കാലത്ത് മാത്രമല്ലാതെയും മനസ്സിലേക്ക് കടന്നു വന്നിരിക്കുന്ന എന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പോലും നമ്മളെ ഹോണ്ട് ചെയ്യുന്നു അല്ലെങ്കിൽ വേട്ടയാടുന്നു എന്ന് പറയുന്നത് വളരെ അത്ഭുതകരമാണ്. ധാരാളം ചികിത്സകൾ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ മെഡിക്കൽ ഫീൽഡിൽ പോലും അതിശയങ്ങൾ തോന്നിക്കുന്ന തരത്തിൽ രോഗം മാറാതെ വരിക, രോഗം മൂർച്ഛിക്കുക, യാതൊരു കാരണവുമില്ലാതെ രോഗം അവസാനിക്കാതെ തന്നെ നിൽക്കുക, ജീവിതകാലം മുഴുവനായും രോഗം തുടരുക, ഇങ്ങനെയൊക്കെയുള്ള ചില അവസരങ്ങളൊക്കെ രോഗികളിൽ കണ്ടുവരാറുണ്ട്. ഇവിടെ നിസ്സാരമായ ഈ പാസ്റ്റ് ലൈഫിലുള്ള ചില സംഭവങ്ങളും ചില മാനസികാവസ്ഥകളും ഇവരെ ജീവിതകാലം ഉടനീളം പിന്തുടരുന്നു എന്ന് പറയുന്നത് വളരെ അതിശയജനമായ കാര്യമാണ്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ സാധാരണഗതിയിൽ രോഗി നമ്മുടെ വില്ലിങ് ആവുക, അതായത് നമുക്ക് മാനസിക യാത്രയ്ക്ക് തയ്യാറാവുക എന്നുള്ളതാണ് ഇതിലെ പ്രയാസകരമായ ഘടകം. എല്ലാവരും പാസ്റ്റ് ലൈഫ് എന്ന് കേൾക്കുമ്പോൾ തന്നെ പോയ ജന്മത്തിൽ ഞാൻ എന്തോ ആയിരുന്നു എന്നോ അത് കണ്ടുപിടിക്കാനാണോ, അല്ലെങ്കിൽ പൂർവ്വജന്മം കണ്ടുപിടിക്കാനാണോ എന്നൊക്കെ ഒരു തോന്നൽ വരാറുണ്ട്. സത്യത്തിൽ പൂർവ്വകാല ജന്മങ്ങൾ മാത്രമൊന്നല്ല, സാധാരണഗതിയിൽ നമ്മുടെ മനസ്സിനെ പിടികൂടിയിരിക്കുന്ന എന്താണ് നമ്മുടെ പൂർവ്വകാലത്തിൽ നിന്ന് പിടികൂടിയിരിക്കുന്നതെന്ന് ശ്രദ്ധിക്കുക മാത്രമാണ് ഇവിടെ ചെയ്യുന്നത്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്ന് പറയുന്നത് ആ മനസ്സിൽ നിന്ന് നമ്മുടെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു സംഭവം അല്ലെങ്കിൽ ആ ഒരു ചിന്ത ഒഴിവാക്കപ്പെടുമ്പോൾ മനസ്സും ശരീരവും എന്തുമാത്രം പൂർവാധികം ശക്തി പ്രാപിക്കും എന്നുള്ളത് അത്ഭുതകരമായ ഒരു കാര്യമാണ്. ഇത് തികച്ചും അനായാസകരമാണ്. യാതൊരു വിധത്തിലുള്ള എന്തെങ്കിലും ഒരു ദുരിതങ്ങളോ അല്ലെങ്കിൽ അപകടങ്ങളോ ഉണ്ടാക്കാൻ സാധ്യതയില്ലാത്തതാണ്. തികച്ചും പലർക്കും തെറ്റിദ്ധാരണകൾ ധാരാളം മനസ്സിലുണ്ട്. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ ചെയ്തു കഴിഞ്ഞാൽ പാസ്റ്റ് ലൈഫ് പോലെ ആയിപ്പോകുമോ, അല്ലെങ്കിൽ എൻ്റെ പൂർവ്വജന്മത്തിലെ ആളായി മാറുമോ, ഇങ്ങനെയൊക്കെ ചിന്തകളുണ്ടാവും. അല്ല, നമുക്ക് ഈ ജന്മത്തിൽ തന്നെ ഒരു ചിന്താഗതിയുണ്ട്, ഒരാശയമുണ്ട്, ഒരു ജന്മനാ തന്നെ നമുക്ക് കിട്ടിയ ഒരു തോട്ട് തന്നെയുണ്ട്, ഒരു ചിന്ത തന്നെയുണ്ട്. അതാണ് നമ്മുടെ ആത്മാവ് എന്ന് പറയപ്പെടുന്നത്. തികച്ചും ജനിക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു കോൺഷ്യസ്നെസ്സാണ്. ജനിക്കുമ്പോൾ ഉണ്ടാവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എല്ലാവരും ചിന്തിക്കേണ്ടത് നമ്മുടെ ജന്മകോശം, ആദികോശം ഒരു കോൺഷ്യസ്നെസ്സിലാണ് ജനിക്കുന്നത്. ഇതിനെയാണ് ആത്മാവെന്ന് പറയുക. ഈ ആത്മാവ് ഒരിക്കലും മാറുന്നില്ല. ആയിരം അല്ലെങ്കിൽ കോടി കോശങ്ങൾ ചേർന്ന് ഒരു മനുഷ്യരൂപമായി മാറുമ്പോൾ പോലും ഈ കോൺഷ്യസ്നെസ്സിന് ഒരു മാറ്റവും വരുന്നില്ല. ഈ ജന്മ കോൺഷ്യസ്നെസ് പോലും നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് നമ്മൾ ജീവിച്ചു പോകുന്നത്. തീർത്തും ഇതുകൂടാതെ ഏതെങ്കിലും ഒരു കോൺഷ്യസ്നെസ്, ഒരു ബോധം നമ്മളെ അലട്ടാനിടയാവുമ്പോഴാണ് തീർച്ചയായും ഇവ നമ്മുടെ ശരീരമായിട്ടും മാനസികപരമായിട്ടും ഒക്കെ നമ്മളെ ശല്യം ചെയ്യാൻ തുടങ്ങുന്നത്. ഇതിനെയാണ് നമ്മൾ പറയാറ് പാസ്റ്റ് ലൈഫ് ഹോണ്ടിങ് എന്ന് പറയുന്നത്. പാസ്റ്റ് ലൈഫ് എന്ന് പറയുന്നത് നമ്മളെ ഹോണ്ട് ചെയ്യുക, നമ്മളെ ശല്യപ്പെടുത്തുക, അല്ലെങ്കിൽ നമ്മളെ പുരോഗതിയെ തടയുക എന്ന് പറയുന്ന ഒരവസരത്തിലെത്തുന്നത് ഇങ്ങനെയാണ്. ഇവിടെ എന്താണ് റേക്കി ചെയ്യുന്നത് എന്ന് ഞാൻ വ്യക്തമാക്കാം. റേക്കിയിലൂടെ സാധാരണഗതിയിൽ ഒരു ഹിപ്നോസിസിലൂടെ മനുഷ്യനെ പിറകോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ. ഇവിടെ ഹിപ്നോസിസ് എന്ന് പറയുന്നത് റിലാക്സേഷനിൽ, മനസ്സും ശരീരവും റിലാക്സേഷനിലെത്താൻ റേക്കി ഹീലിങ്ങുകൾ കൊണ്ട് വളരെ എളുപ്പം സാധിക്കും. ഒരു ഹീലിംഗ് കഴിയുമ്പോൾ തന്നെ ഒരാൾ ഹിപ്നോസിസിലൂടെ എന്ന വണ്ണം അവൻ്റെ യഥാർത്ഥ ബോധത്തിലേക്ക് എത്താനായിട്ടുള്ള റിലാക്സേഷനിലെത്താൻ റേക്കിക്ക് വളരെ അനായാസം കഴിയുമെന്നുള്ളതാണ് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എളുപ്പമാകാൻ കാര്യം. ഇനി പാസ്റ്റ് ലൈഫ് റിഗ്രഷനിലൂടെ നമ്മൾ എങ്ങനെയാണ് പുറകോട്ട് പോവുക, സഞ്ചരിക്കുക എന്ന് വ്യക്തമാക്കാം. തീർച്ചയായും ഒറ്റ മിനിറ്റ് കൊണ്ട് ഒരു 50 വയസ്സുകാരനെയോ 60 വയസ്സുകാരനെയോ പാസ്റ്റ് ലൈഫിലോട്ട് കൊണ്ടുപോകാൻ എളുപ്പമല്ല. ഒരു സിനിമ കാണിക്കുന്ന പോലെയോ ഒന്നും അല്ല. തീർച്ചയായിട്ടും സമയങ്ങൾ പുറകോട്ട് നടക്കുന്നത് പോലെ, ചിന്തിക്കുന്നത് പോലെ 5-10 വർഷങ്ങൾ പുറകോട്ട് ചിന്തിക്കാനും അവയെ ബന്ധപ്പെടുത്താനും കഴിയണം. ആ സംഭവങ്ങൾ അല്ലെങ്കിൽ ഓരോ
സമയങ്ങളെ നമ്മുടെ ബോധമനസ്സുകൊണ്ട് ബന്ധപ്പെടുത്തുമ്പോൾ മാത്രമേ നമ്മൾ ആ സമയത്തിനെ പൂർവാധികം ശക്തമായി സ്വാംശീകരിക്കുന്ന പോലെ, അത് ഉൾക്കൊള്ളുന്നത് പോലെ പറ്റുകയുള്ളൂ. അപ്പം ഇങ്ങനെ ഉൾക്കൊണ്ട് നമ്മൾ പൂജ്യത്തിലേക്ക് കടക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അവസ്ഥ നമ്മൾ ഗർഭാവസ്ഥയിലെത്തുന്നത് പോലെ തോന്നും. ഈ ഗർഭാവസ്ഥയിൽ പോലും നമുക്കവിടെ എന്തുണ്ടായി എന്ന് ചോദിക്കാൻ നമ്മൾ ഇന്നുവരെ ചോദിച്ചിട്ടുണ്ടാവില്ല. തീർച്ചയായും ഗർഭസ്ഥനായ ശിശു അമ്മയുടെ ഉദരത്തിൽ കഴിയുമ്പോൾ എന്തെല്ലാം സഫറിങ്സ്, എന്തെല്ലാം സഫോക്കേഷൻസ് ഉണ്ടായിട്ടുണ്ട് എന്ന് ചിന്തിക്കുമ്പോഴാണ് നമ്മൾ അവിടെ മുതൽ തുടങ്ങുന്നത്. തീർച്ചയായിട്ടും അവിടെ എന്തെങ്കിലും ചിന്താഗതികൾ നമുക്കുണ്ടാവുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഉണ്ടാകുന്ന യഥാർത്ഥ ബോധം എന്ന് പറയുന്നത്, ജനിക്കുമ്പോൾ എനിക്ക് കിട്ടിയ ബോധം ഇതാണ്, ഞാനിതാണെന്ന വ്യക്തിബോധം തെളിയുന്നതോടുകൂടി മുമ്പോട്ടും പിറകോട്ടുമുള്ള ചിന്തകൾക്ക് യാതൊരു വിധത്തിലുള്ള പേടിയോ ഭയമോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ നമ്മളെ ബാധിക്കുകയോ ഒന്നും ചെയ്യത്തില്ല. തീർച്ചയായിട്ടും നമ്മുടെ ബോധമനസ്സ് അല്ലെങ്കിൽ ആത്മബോധം അല്ലെങ്കിൽ ആത്മമനസ്സ് അല്ലെങ്കിൽ ആത്മാവ് എന്നീ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതോടുകൂടി നാം സ്വയം മനസ്സിലാക്കും ഞാനെന്ന ബോധം എന്താണെന്ന്. ഞാനെന്ന ബോധം മനസ്സിലാക്കുന്ന വ്യക്തിക്ക് തീർച്ചയായിട്ടും പിറകിലോട്ട് ഹൗണ്ട് ചെയ്യുന്ന കാര്യങ്ങളെയൊക്കെ ചിന്തിക്കാനും കഴിയും. അവ തീർച്ചയായും നമ്മളെ ബാധിക്കുന്ന ചിന്ത എന്താണെന്ന് ഉറപ്പിക്കാനും കഴിയും. ഇത്തരം ബോധങ്ങളിലേക്ക് കടക്കുന്ന കാര്യങ്ങൾ പുറത്തു വരുന്ന നിമിഷം മുതൽ ആ വ്യക്തി ആത്മബോധമുള്ളവനായി മാറുകയാണ് ചെയ്യുന്നത്. തീർച്ചയായും ഒരു രാത്രി ഇരുട്ടി വെളുക്കുന്ന പോലെ ലാഘവത്തോടു കൂടി അവർ നടന്നു നീങ്ങുന്നത് കാണാം. പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ എന്താണ് എന്ന് നമ്മളെ വ്യൂവേഴ്സ് ചിലപ്പോൾ ചിന്തിക്കുന്നുണ്ടാവും. തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയും ഞാൻ ചില സജഷൻസ് അങ്ങോട്ട് നൽകാം. വ്യൂവേഴ്സിന്, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിന് തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണുകൾ അല്പനേരം അടച്ച് ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങളുടെ വയസ്സ് എത്രയാണെങ്കിലും നിങ്ങൾ ഒരു 15 വയസ്സിലോ 20 വയസ്സിലോ നിങ്ങൾ ആയതായി ചിന്തിക്കുക. പിറകോട്ട് 15 വയസ്സിന് മുകളിലുള്ളവരുടെ കാര്യമല്ല ഞാൻ ഈ പറയുന്നത്. എത്ര വയസ്സായാലും നിങ്ങളൊരു 15 വയസ്സോ അല്ലെങ്കിൽ 20 വയസ്സോ, മാക്സിമം 20 വയസ്സെങ്കിലും ചിന്തിക്കുക. അവിടെ ചിന്തിച്ചുകൊണ്ട് നിങ്ങൾ ഒരു നിമിഷം കണ്ണടച്ച് ചിന്തിക്കുക. ശ്വാസം എടുക്കുകയും വിടുകയും ചെയ്യുന്ന മാത്രമേ പാടുള്ളൂ. ശ്വാസഗതിയിൽ വളരെയധികം കുറച്ച് കൊണ്ടുവരുന്ന ശ്വാസഗതിയിൽ ചിന്ത നിങ്ങൾ വെറും 20 വയസ്സ് മാത്രം. നിങ്ങളുടെ 20 വയസ്സിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കുക. 20 വയസ്സിൽ നിങ്ങൾ ചിന്തിച്ച ഒരു കാര്യം ഓർത്തെടുക്കുക. അതിനെ ചിന്തിച്ചുകൊണ്ട് ശ്വാസഗതിയിൽ ഇരിക്കുക. ക്രമേണ ആ ചിന്താഗതി തെളിഞ്ഞു വരുന്നത് കാണാം. നിങ്ങൾ ആ ചിന്ത നല്ലതോ ചീത്തയോ എന്തു തന്നെ ആയിക്കോട്ടെ, ആ ചിന്തയിൽ തന്നെ മാത്രം തുടരുക. സാവധാനം നിങ്ങളുടെ ചിന്ത 5 വർഷം താഴേക്ക് കൊണ്ടുവരിക. 15 വയസ്സിലേക്ക് കൊണ്ടുവരിക. 15 വയസ്സിൽ നടന്ന ഏതെങ്കിലും ഒരു സംഭവം ഓർത്തെടുക്കാൻ കഴിയുമെങ്കിൽ അതും ഓർക്കുക. ഇവിടെയും ശ്വാസഗതി വളരെ ലോയായി കീപ്പ് ചെയ്യുക. കഴിവതും അബ്ഡോമിനൽ ബ്രീത്തിങ് തന്നെ ചെയ്യുക. ശ്വാസകോശത്തിൽ നിന്ന് നേരിട്ടുള്ള ബ്രത്ത് എടുക്കാതിരിക്കുക. അത് നിങ്ങളെ വീണ്ടും എനർജറ്റിക് ആക്കിക്കൊണ്ടേയിരിക്കും. അതിനാൽ ശ്വാസഗതി താഴേക്ക് കൊണ്ടുവരിക. ചിന്തിക്കുക. 15 വയസ്സിൽ നടന്ന ഏതെങ്കിലും ഒരു ഇവൻറ്റിനെ ഓർത്തെടുക്കുക. ഒരു സിനിമയിലെന്ന പോലെ നിങ്ങളതിനെ കാണുക. ആ കാര്യങ്ങളിൽ 1 മിനിറ്റ് നേരമെങ്കിലും നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾ താഴേക്ക് പോകാൻ യോഗ്യനാണ്. 10 വയസ്സിലേക്ക് നിങ്ങളുടെ ചിന്തയെ കൊണ്ടുവരിക. 10 വയസ്സിലും നടന്ന ഏതെങ്കിലും ഒരു കാര്യം ഓർത്തെടുക്കുക. ഓർക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ ഓർത്തെടുക്കുക. ഇവിടെ നിന്ന് ഇതുപോലെ തന്നെ ചിന്തിച്ച് പിറകോട്ട് 5 വയസ്സിലേക്ക് പോവുക. 5 വയസ്സെന്ന ബാല്യകാലത്തിലുള്ള ഒരു ഓർമ്മ. ഈ ഓർമ്മയിൽ നിന്നാണ് നമുക്ക് താഴേക്ക് പോകാൻ കഴിയുക. 5 വയസ്സുള്ള ഒരു കുട്ടി ഓർക്കുന്ന എന്തെങ്കിലും ഒരു കാര്യങ്ങൾ കഴിയുമെങ്കിൽ അവിടെ നിന്ന് ഓർക്കുക, നിങ്ങൾ 5 വയസ്സ് മുമ്പ് എവിടെയായിരുന്നു? 5 വയസ്സിന് മുമ്പ് നിങ്ങൾ അമ്മയുടെ ഉദരത്തിലെ ഒരു ഗർഭം മാത്രമായിരുന്നു. അവിടെ പൂർണ്ണ വളർച്ച എത്തുന്നതിന് മുമ്പ് എന്തെല്ലാം സംഭവിച്ചു എന്ന് ഓർക്കാൻ ശ്രമിക്കുക. നിങ്ങൾ കഴിഞ്ഞ ഗർഭാശയകാലം, അമ്മയ്ക്കുണ്ടായ വേദനകളോ സങ്കടങ്ങളോ സന്തോഷങ്ങളോ എന്തെങ്കിലും നിങ്ങൾ ഗർഭാശയത്തിൽ നിന്ന് തന്നെ അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനെ ഓർക്കാൻ ശ്രമിക്കുക.
തീർച്ചയായിട്ടും നിങ്ങളുടെ ബോധം അവിടെ എന്തെല്ലാം സംഭവിച്ചിരിക്കുന്നു എന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോൾ ഓർത്തെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഓർമ്മകൾ നിങ്ങൾ സൂക്ഷിക്കുക, കെടാതെ സൂക്ഷിക്കുക. നിങ്ങൾ എന്ത് ബോധത്തിൻ്റെ ഉടമസ്ഥനാണ്, അങ്ങനെയാണ് നിങ്ങൾ ജനിച്ചത് എന്ന ഓർമ്മയുണ്ടെങ്കിൽ തീർത്തും അതും ഓർമ്മയിൽ സൂക്ഷിക്കുക. ഞാൻ ഇവിടെ നിന്ന് ഉയരാൻ പോവുകയാണെന്ന സന്തോഷത്തോടു കൂടി കൈകൾ തിരുമി, മുഖത്ത് കൈകൾ കൊണ്ട് തിരുമിയതിന് ശേഷം പതുക്കെ കണ്ണു തുറക്കുക. കണ്ണു തുറക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നുന്ന ഒരു ചിന്ത എന്താണ്? നമ്മൾ ഒരു 20 വർഷക്കാലം ചുമ്മാ പിറകോട്ട് ചിന്തിച്ചപ്പോൾ തന്നെ നിങ്ങൾക്കുണ്ടാകുന്ന ഒരു ആശ്വാസം, അതിലെന്തെങ്കിലും ചിന്താഗതികൾ പുറത്തു വന്നിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങളെ അലട്ടുന്ന ഒരു തോട്ടെങ്കിലും വേറിട്ട് നിൽക്കാൻ സാധ്യതയുണ്ട്. ഇത്തരം കാര്യങ്ങളിലൂടെയാണ് നമ്മളെ സോർട്ട് ഔട്ട് ചെയ്തിട്ട് നമ്മളെ ഹോണ്ട് ചെയ്യുന്ന, നമ്മളെ ശല്യപ്പെടുത്തുന്ന, നമ്മളെ വേദനിപ്പിക്കുന്ന, നമ്മളെ ഉപദ്രവിക്കുന്ന ചില ചിന്താഗതികളെ പുറത്തെടുക്കാൻ കഴിയുക.